السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നിർഭയത്വം തൗഹീദിലൂടെ എന്ന കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സംസാരത്തിൽ ഈ വിഷയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പല സൂചനകളും നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു വിഷയം ഇന്ന് പലരും പരിഹാസത്തിന്റെ ഒരു വിഷയമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം നിർഭയത്വം തൗഹീദിലൂടെ എന്ന് സത്യവിശ്വാസികൾ പറയുമ്പോഴും വിശ്വസിക്കുമ്പോഴും നമ്മുടെ കേരളത്തിലുള്ള, ഇനി ലോകാടിസ്ഥാനത്തിൽ തന്നെ എടുത്താൽ എല്ലാവർക്കും ഐക്യമുള്ള ഒരു കാര്യമാണ് നിർഭയത്വം ആവശ്യമുള്ള മനുഷ്യന്മാരാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എവിടെയും സമാധാനമില്ല, എല്ലായിടത്തും പ്രശ്നമാണ്. ധൈര്യമായൊരു കച്ചവടത്തിന് പണമിറക്കാൻ ധൈര്യമില്ല. പണമിറക്കിയ കച്ചവടക്കാർക്ക് അതിന്റെ വിഷയത്തിൽ ഒരു സമാധാനമില്ല. മകളുടെ കല്യാണമായാൽ, മകന്റെ കല്യാണമായാൽ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഇണ, അവന്റെ സ്വഭാവത്തെക്കുറിച്ച് സമാധാനമില്ല. നല്ല കുടുംബമാകുമോ, ഉള്ളിലൂടെ ഞങ്ങൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന സമാധാനക്കേട്. താൻ യാത്ര ചെയ്യുന്ന യാത്രയിൽ തനിക്ക് കൂടെ നിൽക്കുന്ന സഹയാത്രികൻ, അല്ലെങ്കിൽ ഞാൻ വിളിച്ച ടാക്സിയുടെ ഡ്രൈവർ, അയാൾ എനിക്ക് യോജിച്ചവനാണോ, എന്നെ ബുദ്ധിമുട്ടിക്കുമോ എന്ന് ബേജാറാണ്. എവിടെയും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നിടത്ത് മക്കൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ടൂർ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ മാതാവിന്റെ, പിതാവിന്റെ മനസ്സിൽ തീയാണ്. എവിടെയും പ്രശ്നമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപാട് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് ചെലവിന് കൊടുക്കാൻ യോജിച്ചൊരു ജോലി എനിക്കില്ല, അവിടെയും സമാധാനക്കേടാണ്. കയ്യും വീശി വീട്ടിലേക്ക് കയറി ചെല്ലാൻ വയ്യ, ഭാര്യ എന്നോട് ഷൗട്ട് ചെയ്യും, അവിടെ ഭർത്താവിന് പേടിയാണ്. അങ്ങനെ എല്ലായിടത്തും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ പെണ്ണിന് പേടി, അല്ലെങ്കിൽ തിരിച്ച് അവിടെ എനിക്ക് അഭിമുഖീകരിക്കാനുള്ള വീട്ടുകാർ, അവരിനി എന്നോട് എന്ത് പറയും എന്ന് പേടിയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന് ഇപ്പം ഭാര്യയെ പേടിയാണ്, ഭാര്യക്ക് ഭർത്താവിനെ പേടിയാണ്. കഴുത്തിന് പിടിച്ച് നെക്കുവോ കൊല്ലുവോ എന്നുള്ളതാണ് ഇപ്പൊ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകമുണ്ട് എന്നതിൽ തർക്കമില്ല. ഈ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രതിനിധി, ഈ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിർഭയത്വം വേണോ, തൗഹീദ് വേണം. അപ്പൊ ഇവര് ചോദിക്കാണ്, ഈ തൗഹീദ് എന്ന് പറഞ്ഞ എന്താ, തിന്നാൻ കിട്ടുന്ന സാധനാണോ? ഞങ്ങൾക്ക് പട്ടിണിയാണ്, പ്രയാസമാണ്, നിങ്ങൾ ഈ തൗഹീദ് തിന്നിട്ട് ആ പട്ടിണി തീരോ? അതാ ഞാൻ പറഞ്ഞത്. ഈ വിഷയത്തെ ചിലർ പരിഹാസത്തിന്റെ പാത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിലെ പ്രശ്നം നിങ്ങളെ തൗഹീദ് കൊണ്ട് എന്ത് തീരാനാണ്? അതൊക്കെ ഓരോ മനസ്സിന്റെ വിശ്വാസല്ലേ.
തൗഹീദ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ മനസ്സിന്റെ വിശ്വാസമാണല്ലോ. ആ മനസ്സിലെ വിശ്വാസവും എന്റെ ബിസിനസ്സും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എങ്ങനെയാണ് എനിക്ക് എന്റെ ബിസിനസ് രംഗത്ത്, എന്റെ യാത്രയിൽ, എന്റെ കൂടപ്പിറപ്പുകൾക്കൊപ്പമുള്ള പെരുമാറ്റത്തിൽ, എന്റേതായ ക്രയവിക്രയങ്ങളിൽ തൗഹീദ് കൊണ്ട് എന്ത് സമാധാനം? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ എന്നാണ്. കാലത്തിന് യോജിച്ച വിഷയം ചർച്ച ചെയ്യിൻ. ഇതൊക്കെ ഏത് നിലക്കാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം നമ്മളെടുത്തും വരും. എന്തുത്തരം നമ്മൾ പറയാ? ഈ ചോദ്യം വിശ്വാസികൾ നേരിടുമ്പോൾ, വിശ്വാസികൾ പരിഹസിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ സംസാരത്തിലും നിങ്ങൾ കേട്ടിട്ടുള്ള ആയത്ത് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ. സത്യവിശ്വാസം കൈക്കൊണ്ട ആളുകൾ, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ ആ വിശ്വാസത്തിൽ അവർ യാതൊരു നിലക്കുള്ള അക്രമവും കലർത്താതിരിക്കുകയും ചെയ്താൽ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു വചനം പറയുന്നു. നിർഭയത്വം ആർക്കാണ്? സത്യവിശ്വാസം കൈക്കൊണ്ടിട്ട് ആ സത്യവിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുന്ന ആളുകൾ, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നു. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തത് ആരുടെ മുമ്പിലാണ്? ഈ ആയത്തിന്റെ പ്രഥമ അഭിസംബോധിതർ ആരാണ്? അത് മക്കയിലുള്ള മുശ്രിക്കുകളായിരുന്നു. അതോടൊപ്പം യഹൂദികളുണ്ട്, നസാറാക്കളുണ്ട്. ഈ യഹൂദികളും നസാറാക്കളും മക്കയിലുള്ള മുശ്രിക്കുകളും അടക്കമുള്ളവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഘട്ടത്തിലാണ്, അവരെ അവഗണിക്കുന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ബർസഖി ലോകത്തെക്കുറിച്ചും ആ ബർസഖി ലോകത്തുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ചും ബർസഖി ലോകത്തുള്ള ഖബർ ശിക്ഷയെ സംബന്ധിച്ചും ആ നിലക്കുള്ള പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പേടിക്കണം. ആ നിലക്കുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾക്ക് സമാധാനം ലഭിക്കണോ, ശാന്തി ലഭിക്കണോ, സന്തോഷത്തോടെ റബ്ബിനെ അഭിമുഖീകരിക്കണോ, നിങ്ങൾ സത്യവിശ്വാസം കൈക്കൊള്ളണം. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾക്ക് ബർസഖ് വരാനുണ്ട്, പരലോകം വരാനുണ്ട്, നരകം വരാനുണ്ട്, മഹ്ശറിൽ വിചാരണയുണ്ട്, നിങ്ങൾക്ക് കൈകളിൽ ഏടുകൾ നൽകപ്പെടാനുണ്ട്. ആ സമയത്തൊക്കെ ആളുകൾ വല്ലാതെ ബേജാറിലാവും. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിർഭയത്വം വേണോ, സമാധാനം വേണോ, സത്യവിശ്വാസം കൈക്കൊള്ളണം. അപ്പൊ മക്കാ മുശ്രിക്കിന്റെ സ്വാഭാവികതയിലുള്ള മറുപടി എന്താ? ഇത് ഏത് പരലോകത്തെ കുറിച്ചാണോ പറയണത്? അഇദാ മിത്ന വകുന്ന തുറാബ, ഞങ്ങൾ മണ്ണായിട്ടാണോ? ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ഞങ്ങളുടെ അമലുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും, അതൊക്കെ ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടും, അതിന് ഞങ്ങൾ വിചാരണ നേരിടപ്പെടും, അതിൻ്റെതായ ശിക്ഷകൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നീ എന്ത് കണ്ടിട്ട് പറയാണ് എന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ നിഷേധിക്കവേ തന്നെയാണ്. ഒരു നിഷേധിച്ചോണ്ടിരിക്ക, ഒരു പരിഹസിച്ചോണ്ടിരിക്കുകയാണ്. പരലോകമില്ല എന്ന് പല കോലത്തിൽ അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ പരലോകമുണ്ട് എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞെടുത്തത്. പരലോകത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഈ വിഷയമാവട്ടെ, ഇസ്ലാമിന്റെ ഏത് വിഷയവും, സ്വർഗത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു നോക്കി. സ്വർഗത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അവിടെയും പരിഹാസാണ്. നരകത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കി, അവിടെ ആളുകൾ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ ആത്മീയ ലോകത്തെ, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുമ്പം, അതിന്റെ വിശദാംശങ്ങൾ പറയുമ്പം ആളുകൾക്ക് ഇപ്പൊ എന്തും ട്രോളാക്കുന്ന പോലെ പണ്ഡിതന്മാരുടെ സംസാരങ്ങളെ ട്രോളാക്കുന്ന ഒരു പ്രത്യേക ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ വിഷയം ട്രോളിന് വിഷയ. ആൾക്കാർക്ക് വലിയ ടെൻഷന് പൈസ ഇല്ലാഞ്ഞിട്ട് അവിടെ നിങ്ങളെ തൗഹീദ് കൊണ്ടേ വെക്കുക എന്നാ ചോദിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച രീതി അതാണ് സലഫികൾ ഏറ്റെടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച രീതി എന്താ? ഒരു കളിയാക്കിക്കോട്ടെ, അവര് പറഞ്ഞോട്ടെ, അവര് നിഷേധിച്ചോട്ടെ, ഓരുടെ നിഷേധം ആവർത്തിക്കുന്നതിനനുസരിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകമുണ്ടെന്നല്ല, ആ പരലോകത്തിന്റെ വിശദീകരണങ്ങളാണ്, വിശദാംശങ്ങളാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കിയായ സൂറത്ത് 81 സൂറത്തുണ്ട്. ആ മക്കിയായ സൂറത്തുകളിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് പോകുന്നതിന് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളാണ്. 13 കൊല്ലത്തെ മക്ക ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്ത്. ആ സൂറത്തുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വർഗത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിലെ വാഴക്കുലയുണ്ട്, സ്വർഗത്തിലെ പഴക്കുലകളെ കുറിച്ച്, പഴവർഗ്ഗങ്ങളെ കുറിച്ച്, അവിടുത്തെ വസ്ത്രങ്ങളെ കുറിച്ച്, അവിടുത്തെ കോപ്പകളെ കുറിച്ച്, അവിടുത്തെ പാനീയങ്ങളെ കുറിച്ച്. ആരോടാ പറഞ്ഞത്? മക്കത്തെ മുശ്രിക്കിനോട്. ഓർക്ക് സ്വർഗം പോയിട്ട് പരലോകം തന്നെ വിശ്വാസമല്ലേന്. അപ്പൊ ഓരോട് പരലോകം ഉണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട് പിന്നെ വിശദാംശം പറഞ്ഞാൽ പോരെന്നാണോ? അല്ല, അതല്ല അള്ളാന്റെ ശൈലി. അള്ള വിശദീകരിച്ചാണ് കൊടുക്കും, ആണെങ്കിൽ വിശ്വസിച്ചോളിയെന്നാ. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്തേനെന്ന് ചോദിച്ചാൽ, ആദ്യം നിഷേധിക്കുമ്പോഴുള്ള ഊക്ക് രണ്ടാമത് നിഷേധിക്കുമ്പോൾ ഉണ്ടാവൂല. പിന്നെ അത് കേൾക്കുമ്പം ഓരോ ഊക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു. മനസ്സിൽ നിഷ്കളങ്കതയുള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ അവസാനം ഒരു മിണ്ടാണ്ടായി, അവസാനം ഒരു ഒറ്റയ്ക്ക് ചിന്തിക്കൽ തുടങ്ങി. അവസാനം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചപ്പോ അവര് വിശ്വസിച്ചത് മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് മാത്രമല്ല, ഇതുവരെ റസൂലുള്ളാക്ക് അവതീർണമായതും അവരാവർത്തിച്ചു കേട്ടതും അവരാവർത്തിച്ച് നിഷേധിച്ചതുമായ ആ പരലോകത്തെയും പരലോകത്തിന്റെ വിശദാംശങ്ങളെയും സ്വർഗത്തിന്റെ വിശദാംശങ്ങളെയും ഒന്നടങ്കമാണ് ഈ സത്യനിഷേധികൾ വിശ്വസിച്ചത്. അവരാണ് സഹാബികളായത്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവർക്ക് പ്രബോധനത്തിന് ഇറങ്ങാൻ പറ്റിയത്. കാരണം ഒരു കാഫറായപ്പോഴേ ഇസ്ലാമിന്റെ ഇൽമു പഠിച്ച ചെയ്തു. നിഷേധിക്കാനുമാണല്ലോ ഇത് കേൾക്കുക. അപ്പൊ തന്നെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിനി, പക്ഷെ നിഷേധിച്ചുകൊണ്ടിരിക്കേനി. പക്ഷെ ഒരു സമയത്താണ് വിശ്വാസികളായപ്പോൾ അവർക്ക് എന്താ ഞാൻ നാളെ ഒരാളോട് പറയേണ്ടത് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ല. ഒരാണ് ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ചുക്കാൻ പിടിച്ച സഹാബത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയം കാലോചിതമാണെന്നതിൽ സംശയമില്ല. ആളുകൾ എന്നും പറയും, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പരിഹാരം തൗഹീദ് തന്നെ. നിങ്ങൾക്ക് ഇപ്പോഴും ചർച്ച തൗഹീദ് തന്നെ. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ശിർക്കാണ്. ഇവിടെ എന്തൊക്കെ രൂപത്തിലുള്ള അപകടത്തിലൂടെയാണ് മനുഷ്യ സമുദായം പോകുന്നത്. ജോലിയില്ല ആളുകൾക്ക്, അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളിലാണ്, കുടുംബത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്, കള്ളും കഞ്ചാവുമാണ്. ഇതിന്റെ ഒക്കെ ഇടക്ക് നിങ്ങൾക്കാകെ പറയാനുള്ള ഒരു 2 മാസം കിട്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയതിപ്പം ഒരു തൗഹീദിനെ കുറിച്ചാണ്. അവിടെ നമ്മൾ പറയുന്നത് ഇത് സലഫികൾ ആവർത്തിക്കും, കാരണം അത് സലഫിന്റെ സുന്നത്താണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. തൗഹീദ് എന്ന് പറയുന്നത് അത് നിസംശയം അത് പരിഹാരത്തിന്റെ പറുദീസയാണ്. ആർക്കുള്ള പരിഹാരം? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവന്, കുടുംബത്ത് പ്രശ്നമുള്ളവന്, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവന്, രാഷ്ട്രീയ രംഗത്ത് അനുയായികളുടെ കാലുവാരലും പാരവപ്പും ഭയപ്പെടുന്ന നേതാവിന്, എല്ലാവർക്കുമുള്ള പരിഹാരം അത് തൗഹീദാണ്. അതിന് സംശയമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പറഞ്ഞു കൊടുത്തത് ആരോടാണ്? അറബ് മുശ്രിക്കീങ്ങളോടാണ്. സത്യം വിശ്വസിച്ചോ, നിങ്ങൾക്ക് സമാധാനം കിട്ടും. എവിടെ കിട്ടുന്ന അറിയും? പരലോകത്ത് കിട്ടുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആശ്വാസം വേണോ? ദുനിയാവിൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണോ? നിങ്ങൾക്ക് സമാധാനം കിട്ടണോ? നിങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാവണം. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, അറബ് മുശ്രിക്കുകൾ അത്രയും വലിയ ടെൻഷനിലായിരുന്നു, വലിയ പ്രയാസത്തിലേന്, മാനസിക വിഷമത്തിലായിരുന്നു അറബ് മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നത്. ആ മാനസിക വിഷമങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയണത്, ഈ മാനസിക വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് വഴികളുണ്ട്, അതൊക്കെ കുറുക്ക് വഴിയാണ്, അത് പരിഹാരമല്ല. പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്? ഞാനിതാ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം നിങ്ങൾ ആവർത്തിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ, തൗഹീദിനെ ഉൾക്കൊണ്ടാൽ, അതിന്റെ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യാൻ, അല്ലാഹു വാഗ്ദാനം ചെയ്യാണ്. നിർഭയത്വം തൗഹീദിലൂടെ എന്ന തലവാചകം ഏത് കാലഘട്ടത്തിലും എന്ന പോലെ
നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നാം അടങ്ങുന്ന മനുഷ്യ സമുദായത്തിന് തീർച്ചയായും ഒരു പരിഹാരത്തിൻ്റെ വാചകമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുന്ന സന്ദർഭത്തിൽ, അതായത് ഹിജ്റ 8-ാമത്തെ കൊല്ലത്തിൽ മക്ക വിജയിച്ചുകൊണ്ട് മക്കയുടെ രാജാവായിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ, കഅബാലയത്തിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ 300 ചില്ലാനം വിഗ്രഹങ്ങളെയാണ് ആ കഅബാലയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. ഈ 300 ചില്ലാനം വിഗ്രഹങ്ങൾ ബൾക്കായി ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതല്ല, മറിച്ച് അവിടെ കടന്നു വന്ന ഓരോ വിഗ്രഹത്തിന്റെ പിന്നിലും ഓരോ കഥയുണ്ട്. ആ വിഗ്രഹങ്ങൾ കഅബാലയത്തിൽ സ്ഥാനം പിടിച്ചതിന് ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് അശാന്തിയുടെ ചരിത്രം, അസമാധാനത്തിന്റെ ചരിത്രം. മക്കയിലുള്ള മുശ്രിക്കുകളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ പടർന്നു പിടിച്ചിരുന്നു, അവർ എത്രത്തോളം മനോവിഷമങ്ങളിലായിരുന്നു എന്നതിനെ അറിയിക്കുന്നതാണ് ഈ വിഗ്രഹങ്ങളുടെ എണ്ണവും വണ്ണവുമൊക്കെ. അതുപോലെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള മക്കയിലുള്ള മുശ്രിക്കുകളിൽ അടക്കം നിലനിന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. മന്ത്രവാദങ്ങൾ, അതുപോലെ ഏലസ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കുന്ന വളയം, ഇതെല്ലാം ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചരിത്രം, ഏലസ് അറബ് മുശ്രിക്കുകളിലേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം, ഈ മന്ത്രവാദങ്ങൾ അവരിലേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം, ഈ പറയുന്ന തിവലത്ത് എന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നം തീർക്കാൻ അവർ സ്വീകരിച്ച വളയം, ഇതെല്ലാം അറിയിക്കുന്നത് ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഅബാലയത്തിലുള്ള വിഗ്രഹങ്ങളെ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് തച്ചൊടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബാലയത്തിന്റെ മക്കയുടെ അധികാരം ലഭിച്ചപ്പോ, ശേഷം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സമ്പൂർണ്ണ അധികാരം ലഭിച്ചപ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സഹാബികളെ മക്കയുടെ അടക്കമുള്ള അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്തിനാണ് പറഞ്ഞയച്ചതെന്നോ, അവിടെ സ്ഥാപിക്കപ്പെട്ട പ്രതിമകൾ ഉടച്ചു കളയാൻ, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകൾ തകർത്തെറിയാൻ, ഈ ഖബറുകൾക്ക് പിന്നിൽ, ഈ കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള ജാറങ്ങൾക്ക് പിന്നിൽ, സ്ഥാപിക്കപ്പെട്ട പ്രതിമകൾക്ക് പിന്നിലൊക്കെ മക്കാ മുശ്രിക്കുകൾ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളുടെ ചരിത്രമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചപ്പോ ഈ പ്രതിമകളിൽ നിന്ന് റസൂലുള്ള കഅബാലയത്തെ ശുദ്ധീകരിച്ചത് എന്തിനാണ്? കാരണം ആ കഅബാലയം നിർമ്മിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച, അവിടുന്ന് പണി കഴിപ്പിച്ച, അവിടുന്ന് പരിചരിച്ച കഅബാലയത്തിൽ വിഗ്രഹങ്ങളില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണല്ലോ കഅബാലയം ഉയർത്തുന്നത്. ആ കഅബാലയം ഉയർത്തുക മാത്രമല്ലല്ലോ ചെയ്തത്, കഅബാലയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവിടെ കടന്നു വരുന്ന ഇബ്രാഹിം നബിയെ അംഗീകരിക്കുന്ന വിശ്വാസികൾ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ചെയ്യേണ്ട ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹു ഇബ്രാഹിം നബിക്കും ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനുമൊക്കെ വഹി
വഹ്യ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർ പഠിച്ചതാണല്ലോ ഹജ്ജ്. ആ ഹജ്ജിൽ നിർവഹിക്കുന്ന തൽബിയത്ത്, തവാഫ്, സഅയ്, അതുപോലെ അവർ നിർവഹിക്കേണ്ട നിസ്കാരം, അങ്ങനെ തുടങ്ങിയ വൈവിധ്യങ്ങളാർന്ന ആരാധനാ കർമ്മങ്ങൾ ഏത് പരിശോധിച്ചാലും അതൊന്നും കഅബാലയത്തിൽ പിന്നീട് കാണപ്പെട്ട പ്രതിമകളുമായി ബന്ധമില്ല. മറിച്ച് അത് പിന്നീട് വന്നു ചേർന്നതാണ്. അതിനെ സംബന്ധിച്ചല്ലേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ പേര് ചരിത്രത്തിൽ നിന്ന് നമ്മോട് പരിചയപ്പെടുത്തി തന്നത്. ആ മനുഷ്യന്റെ പേരാണ് അംർ ഇബ്നു ലുഹയ്യ്. അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിന്നീടുള്ള മക്കളിൽ പേരമക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഈ കഅബാലയത്തിന്റെ അറബികളുടെ നേതാവായി വാഴ്ത്തപ്പെട്ട അംർ ഇബ്നു ലുഹയ്യിന്റെ ചരിത്രം, അയാളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ അംർ ഇബ്നു ലുഹയ്യിന്റെ പേര് നമ്മൾ മറക്കരുത്. അംർ ഇബ്നു ലുഹയ്യിന്റെ പേര് നമ്മൾ ഓർത്തു വെക്കണം. കാരണം നമുക്കൊരു മനുഷ്യനോട് സംസാരിക്കുമ്പം ഈ പേര് നമുക്ക് വേണ്ടി, നമ്മളെ മനസ്സിലുള്ള ആളെ ഫിർഔൻ പറയും, അബൂജഹൽ എന്ന് പറയും, അബൂലഹബ് എന്ന് പറയും. എന്ന പോലെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ട, നാവിൽ വരേണ്ട ഒരു മനുഷ്യന്റെ പേരാണ് അംർ ഇബ്നു ലുഹയ്യ്. അത് അയാളെ സുപ്രസിദ്ധി കൊണ്ടല്ല, കുപ്രസിദ്ധി കൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ദീനിനെ ആദ്യമായി മാറ്റിമറിച്ചത്, അതിനെ പൊളിച്ചു കളഞ്ഞത് ഈ അംർ ഇബ്നു ലുഹയ്യാണ്. അയാൾ മക്കയുടെ നേതാവായി വന്നൊരു സന്ദർഭമുണ്ട്. ഖുറൈശികളുടെ കൂട്ടത്തിൽ മക്കയുടെ അറബികളുടെ കഅബാലയത്തിന്റെ സംസമിന്റെ ഒക്കെ നേതാവായി ഇയാൾ വാഴ്ത്തപ്പെട്ട സന്ദർഭം. ഈ അംർ ഇബ്നു ലുഹയ്യ്, ഈ മറയുന്ന മനുഷ്യൻ തന്റെ ജനതയെ കുറിച്ച് വലിയ സ്നേഹമുള്ളവനാണ്. ജനങ്ങളുടെ കാര്യത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈറാത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. ഈ അംർ ഇബ്നു ലുഹയ്യ് ആ നിലക്കൊക്കെ ജനസ്നേഹിയാണെങ്കിലും അയാൾക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. അവിടുന്ന് പഠിപ്പിച്ച തൗഹീദിനെ കുറിച്ച് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ശിർക്കിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ അംർ ഇബ്നു ലുഹയ്യ് ഒരിക്കൽ ഷാമിലേക്ക് പോകുന്നു. ഇന്ന് നമ്മൾ പറയാറുള്ള ഫലസ്തീനും ഇസ്രായേലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഷാമിന്റെ പ്രദേശത്തേക്ക് ഇയാൾ യാത്ര ചെന്നപ്പോ അവിടെ ഏതാ ഒരു ജനതയെ കാണുന്നു. ഒരു പ്രത്യേക പ്രതിമക്ക് മുമ്പിൽ ഇവർ നമിക്കുന്നതും ആ പ്രതിമക്ക് വേണ്ടി വണങ്ങുന്നതും ആ പ്രതിമയോട് ആവശ്യങ്ങൾ പറയുന്നതുമൊക്കെ ഇയാൾ കണ്ടപ്പോ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. അവര് പറഞ്ഞു, ഈ പ്രതിമ മുഖേനയാണ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഖൈറ് വരുന്നത്, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നത്. മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇയാളോടാണ് ചോദിക്കാറുള്ളത്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ, ഞങ്ങൾ സങ്കടങ്ങളായി ഇയാളുടെ മുമ്പിലാണ് പറയാറുള്ളത്. അങ്ങനെ ഞങ്ങളുടെ പരിഹാരങ്ങൾ തീരാറുണ്ട്, ഞങ്ങൾക്ക് മഴ ലഭിക്കാറുണ്ട്, പ്രയാസങ്ങൾ നീങ്ങിപ്പോവാറുണ്ട് എന്നൊക്കെ ഇയാൾ ഈ മനുഷ്യന്മാരിൽ നിന്ന് കേട്ടപ്പോ ഈ അംർ ഇബ്നു ലുഹയ്യ് ചിന്തിച്ചത് തന്റെ ജനതയെക്കുറിച്ചാണ്. തന്റെ ജനതക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്, അവിടെ വരൾച്ച വരാറുണ്ട്, അവർക്ക് മനോവിഷമങ്ങളുണ്ട്, അവർക്ക് രോഗങ്ങളുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ജനതക്ക് ഇതൊരു പരിഹാരമാവട്ടെ എന്ന് ഇയാൾ ചിന്തിക്കുന്നു. ആ മനുഷ്യന്മാരോട് ആ പ്രതിമയുടെ ഒരു കോപ്പി ആവശ്യപ്പെടുന്നു. ആ പ്രതിമക്ക് അവരിട്ടിരുന്ന പേരാണ് ഹുബില്. കഅബാലയത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിഗ്രഹം അത് ഹുബിൽ എന്ന വിഗ്രഹമാണ്. അംർ ഇബ്നു ലുഹയ്യാണ് കൊണ്ടുവന്ന് വെച്ചത്. ഇയാള് ഈ കഅബാലയത്തിലേക്ക് ഹുബിൽ എന്ന വിഗ്രഹത്തെ കൊണ്ടുവരുന്നു, അവിടെ സ്ഥാപിക്കുന്നു. നമുക്കറിയാം ഈ കഅബാലയം എന്ന് പറയുന്നത് അറബികളുടെ വികാരമാണ്, അറബികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അവർ വർഷത്തിൽ ഒന്നോ പലതോ തവണ ഈ പറയുന്ന കഅബാലയത്തെ സന്ദർശിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാനൊക്കെ അവർ പരന്നു കിടന്നിരുന്ന ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വന്ന അറബികളൊക്കെ പതിവിന് വിപരീതമായി കഅബാലയത്തിൽ ഒരു വിഗ്രഹം കാണുന്നു. ഇതുവരെ അവരങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഈ കഅബാലയത്തിലെ വിഗ്രഹങ്ങളെ കുറിച്ച്, ആ വിഗ്രഹത്തിനെ കുറിച്ച്, ഹുബിലിനെ കുറിച്ച് ഇവർ അന്വേഷിക്കുന്നു. അവരോട് അംർ ഇബ്നു ലുഹയ്യ് ഇതിന്റെ പ്രസക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് നിങ്ങളുടെ ഖൈറിനും ബറക്കത്തിനും വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ
പറയുന്ന ഹുബില് ഷാം എന്ന പ്രദേശത്ത് ആരാധിക്കപ്പെട്ടിട്ടുള്ളൊരു മഹാനാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊരു പരിഹാരമായി ഞാൻ ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് അംർ ഇബ്നു ലുഹയ്യ് പറഞ്ഞപ്പോ അയാളോട് പാരമ്പര്യം പറഞ്ഞ് തിരിച്ചു ചോദിക്കാം വിവരമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിപ്പോയില്ല. നേതാവല്ലേ പറഞ്ഞത്, നേതാവ് ചെയ്തു തന്ന ഒരു ഖൈറല്ലേ, നേതാവ് നമ്മുടെ നന്മക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന ധാരണയാൽ അവരെല്ലാം അതിന് സമ്മതം മൂളുന്നു. ഈ അംർ ഇബ്നു ലുഹയ്യിന്റെ നേതൃത്വത്തിൽ ഹുബൽ എന്ന വിഗ്രഹം ആരാധിക്കപ്പെട്ടു തുടങ്ങുന്നു. ആ ഹുബൽ എന്ന വിഗ്രഹത്തിന് വേണ്ട വൈവിധ്യമാർന്ന ആരാധനാ കർമ്മങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അംർ ഇബ്നു ലുഹയ്യ് തന്റെ ബുദ്ധിക്കനുസരിച്ച് ജനങ്ങളോട് കൽപ്പിക്കുന്നു. പിന്നീട് അവിടെയുണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ ജ്യോത്സ്യന്മാരും വ്യത്യസ്തങ്ങളായ പണ്ഡിത വേഷധാരികളുമൊക്കെ ഈ ഹുബലുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ, പുത്തൻ വാദങ്ങൾ ഈ ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിമർശിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ മുശ്രിക്കുകളുടെ അരികിൽ വ്യാപകമായി കണ്ടെത്തിയതുമായ ഒരു നേർച്ചയുണ്ട്. ആ നേർച്ച ഇവരുണ്ടാക്കിയത് അംർ ഇബ്നു ലുഹയ്യ് ഉണ്ടാക്കിയതാണ്. എന്താ നേർച്ച എന്നറിയോ? അംർ ഇബ്നു ലുഹയ്യ് പറഞ്ഞു, ഈ പറയുന്ന ഹുബലടക്കമുള്ള വിഗ്രഹങ്ങൾക്ക് നമ്മൾ നേർച്ച നേരണം. എന്താ നേർച്ച വേണ്ടി? ആ നേർച്ചന്റെ പ്രത്യേകതയുണ്ട്. നേർച്ചന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒട്ടകം, ഒരു പെണ്ണൊട്ടകം, ആ പെണ്ണൊട്ടകം തുടർച്ചയായി പെണ്ണൊട്ടകത്തിന് പ്രസവിച്ചാൽ, ആ ഒട്ടകം തുടർച്ചയായി പ്രസവിച്ചത് മുഴുവൻ പെണ്ണൊട്ടകങ്ങളാണെങ്കിൽ ആ ഒട്ടകത്തിന്റെ പുറത്തിനി കയറാൻ പാടില്ല, അതിന്റെ പാലുപയോഗിക്കാൻ പാടില്ല, അതിനെ അറുത്ത് തിന്നാൻ പാടില്ല. അത് ഈ പറയുന്ന വിഗ്രഹത്തിനുള്ള അല്ലെങ്കിൽ അള്ളാഹ്ക്കുള്ള നേർച്ചയാണ് എന്ന് ഇയാളോട് പറഞ്ഞു. വേറൊരുണ്ട്, അയാൾ പറഞ്ഞു ഒരു ആണൊട്ടകത്തിന്റെ ബീജത്തിൽ നിന്ന് തുടർച്ചയായി ആണൊട്ടകങ്ങൾ പറന്നാൽ ആ ആണൊട്ടകത്തിനെയും ഉപയോഗിക്കരുത്, അതിൻ്റെ പുറത്ത് സഞ്ചരിക്കരുത്, അതിനെ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, അതിനെ അറുത്ത് മാംസമാക്കരുത് എന്ന് ഈ മനുഷ്യനാണ്ട് ഓർഡർ എടുത്തു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അംർ ഇബ്നു ലുഹയ്യ് ആദ്യമായി ഹുബൽ എന്ന വിഗ്രഹവും അതിനു വേണ്ടിയുള്ള ആചാരങ്ങളും ജനങ്ങളോട് പഠിപ്പിച്ചു. നേതാവിന്റെ ഈ സുന്നത്തിനെ ജനങ്ങളങ്ങ് ഏറ്റെടുത്തു. അവരും ഒരുപാട് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. ആ സഞ്ചാര സന്ദർഭത്തിൽ പല നാടുകളിലും അവരിതുപോലെ പ്രതിമകൾ കാണുന്നു. ആ പ്രതിമകളെ അവർ സ്വീകരിക്കുന്നു, അതിൻ്റെ കോപ്പി കൈപ്പറ്റുന്നു. ആ കോപ്പി അവർ താമസിക്കുന്ന തങ്ങളുടെ ഗോത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഗോത്രങ്ങൾ കൂടി താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ അവർ നിർമ്മിച്ച മഠങ്ങളിൽ ഈ പറയുന്ന വിഗ്രഹത്തിന്റെ പ്രതിമയുടെ കോപ്പി സ്ഥാപിക്കുന്നു. അതിന്റെ ഒരു കോപ്പി കഅബയിലും കൊണ്ടുവെക്കുന്നു, മറ്റൊന്ന് തങ്ങളുടെ വീട്ടിലും വെക്കുന്നു, ഒന്ന് തന്റെ യാത്രയിൽ കൂടെ കരുതുന്നു. അങ്ങനെ ഓരോ ഗോത്രങ്ങൾ വ്യത്യസ്തങ്ങളായ യാത്രകളിലൂടെ കണ്ടെത്തിയ വിഗ്രഹങ്ങളൊക്കെ ഇവരിങ്ങനെ കഅബാലയത്തിൽ കൊണ്ടുവെക്കുന്നു. അതിന്റെ പോരിശ പറയുന്നു, പ്രയാസങ്ങളില്ലെന്ന് നിങ്ങൾക്ക് പരിഹാരത്തിന് ഇന്ന ഇന്ന വിഗ്രഹങ്ങളെ സമീപിച്ചോ എന്ന അതിന്റെ പേരിലുള്ള കഥകൾ, വ്യാജ കഥകൾ, വ്യാജ റിപ്പോർട്ടുകളൊക്കെ ഇവര് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ദുർമൂർത്തികളിൽ വിശ്വസിച്ചിരുന്ന ഒരു സമുദായം തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ വിഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ കഅബാലയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചപ്പോൾ കണ്ടത് പ്രശ്നപരിഹാരത്തിന്റെ 300 ചില്ലാനം വിഗ്രഹങ്ങളെയാണ്. 300 ചില്ലാനം വിഗ്രഹങ്ങൾ അവിടെ എത്തിയതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിന്റെ വളരെ വിശദമായ പ്രഭാഷണങ്ങൾ, ഇതിന്റെ വിശദമായ ചരിത്രം എൻ്റെ മുൻകഴിഞ്ഞ ചില പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ഇവിടെ അധികം സമയമില്ല. ഞാൻ ചുരുക്കി പറയാം. ഈ രൂപത്തിലാണ് ഇവർ വിഗ്രഹങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്, വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ചത്. അതുപോലെ ഈ പറയുന്ന ഏലസ് കുട്ടിക്ക് കണ്ണീറ് പറ്റാതിരിക്കാൻ കയ്യിലേലസ് കെട്ടിക്കൊടുക്കുന്നു. അവരുടെ കാലഘട്ടത്തിലുള്ള ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് അയാൾ ജപിച്ചു കൊടുക്കുന്ന ചില പ്രത്യേക മന്ത്രങ്ങളുണ്ട്. അതേ ഈ പറയുന്ന ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള തനിച്ച ഷിർക്കിന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
ഈ മനുഷ്യന്മാരതാ അവരെ സമീപിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു, അവരുടെ കയ്യിൽ ഏലസ് കെട്ടുന്നു. ഭർത്താവ് താനല്ലാത്തവൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുമ്പോ, കുടുംബത്തിൽ പ്രശ്നമാണെന്ന് കരുതുമ്പോ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചാൽ തിവലത്ത് എന്നവർ പ്രയോഗിച്ചിരുന്ന ഒരു പ്രത്യേക വളയം ഭാര്യയുടെ കയ്യിൽ ഊതിക്കൊടുക്കുന്നു, ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോ, ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ബേജാറുണ്ടാകുമ്പോ, അസുഖത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാകുമ്പോ, പകർച്ചവ്യാധി ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള കള്ളമന്ത്രങ്ങളുണ്ടല്ലോ, ഏലസുകളുണ്ടല്ലോ, അതുപോലെ ഈ തിവലത്തെന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാര്, സാഹിറുകൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം തരുന്നതല്ല. അങ്ങനെ ആരെങ്കിലും വല്ലതും ശരീരത്തിൽ ബന്ധിച്ചാൽ അതോടെ അള്ളാഹു അവനെ കൈയൊഴിയുന്നതാണ്. ആ നൂലിലേക്ക്, ആ ബന്ധിപ്പിക്കപ്പെട്ട ഏലസിലേക്ക് അവന്റെ മനസ്സിനെ അള്ളാഹു ചേർത്ത് വെക്കുന്നതാണ്. അതോടുകൂടി അവന്റെ ഉള്ള സമാധാനവും നഷ്ടപ്പെടുന്നതാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ചുരുക്കമായി നമുക്ക് ഹദീസുകളിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് അഭിസംബോധന ചെയ്തിരുന്ന മക്കയിലുള്ള മുശ്രിക്കുകൾ, അല്ലെങ്കിൽ അറബ് മുശ്രിക്കുകൾ, അതുപോലെ യഹൂദികൾ, നസാറാക്കൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രതിമകൾക്ക് സ്ഥാനമുണ്ട്, കെട്ടി ഉയർത്തിയ ഖബറുകൾക്ക് സ്ഥാനമുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അല്ലാഹു യഹൂദികളെയും നസാറാക്കളെയും ശപിച്ചിരിക്കുന്നു. കാരണം അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ കെട്ടി ഉയർത്തി മസ്ജിദുകളാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ മസ്ജിദ് അവർക്ക് വന്നത്? കഅബ, ഈ പറയുന്ന ഖബറുകൾ അവർ കെട്ടിപ്പൊക്കിയത്, അതിന്റെ പിന്നിലും തനിയാവർത്തനമാണ്. അവർക്കും പ്രശ്നമുണ്ടായിരുന്നു, അവർക്കും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ വരുമ്പോ അവർ ചിന്തിക്കുന്നു, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മോചിതനാവാൻ, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, എൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ആ പറയുന്ന യഹൂദി ചിന്തിച്ചു, ഞാൻ ഏതെങ്കിലും ഒരു മഹാന്റെ, ഏതെങ്കിലും ഒരു നബിയുടെ ഖബറിന്റെ സമീപത്ത് ഞാൻ ചെല്ലട്ടെ. ആ ഖബറിന്റെ സമീപത്ത് നിന്ന് ഒന്നുകിൽ ഈ മഹാനോട് ചോദിച്ചാലും, അല്ലെങ്കിൽ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് അള്ളാനോട് ചോദിച്ചാലും, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും, ഖബറിന്റെ അസാന്നിധ്യമുള്ള ഒരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഖബറിന്റെ ചാരത്ത് നിന്നുള്ള പ്രാർത്ഥനക്ക് ഉത്തരമേറെ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ യഹൂദികൾ ഖബർ സന്ദർശിക്കുന്നു, ഖബറിലേക്ക് സിയാറത്ത് നടത്തുന്നു. അപ്പോഴാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ സന്ദർശിക്കുന്നത് പോലും വിലക്കിയത്. അവിടുന്ന് പറഞ്ഞല്ലോ, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറിടം സന്ദർശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്നല്ലോ. ഫസൂറൂഹാ, ഇനി മുതൽ നിങ്ങൾ സന്ദർശിച്ചോ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകം ഓർമ്മിപ്പിക്കും. തൗഹീദ് ഉറക്കുന്നത് വരേക്കും ഖബർ സന്ദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഞാൻ ഈ സംസാരം നടത്തുമ്പോൾ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വഅദ് പോലെ മക്കത്തെ മുശ്രിക്കിന്റെയും യഹൂദിയുടെയും നസാറാക്കളുടെയും ഒക്കെ ചരിത്രം ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ രസം എന്താണെന്നറിയോ, ഇത് പറയുമ്പോ നിങ്ങൾക്കൊക്കെ കുറെ വർത്താനം പറയാണ്ടാവും. ഞാൻ ഈ കാര്യം ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇതിന്റെ ബാക്കിയായിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുണ്ടാവും ഇതിനൊരു അടിക്കുറിപ്പ് പറയാൻ. ആ അടിക്കുറിപ്പ് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇതേമാതിരിയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അച്ചുകച്ച് ഒരു വ്യത്യാസമില്ലാതെ ഇതേ ലക്ഷ്യം, ഇതേ പ്രശ്നങ്ങൾ, ഇതേ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾക്ക് ഇതേ പരിഹാരങ്ങൾ നമ്മളെ നാട്ടിൽ. മതഭേദമന്യേ, ജാതി വ്യത്യാസമില്ലാതെ ഇതേ പ്രശ്നങ്ങളുണ്ട്, പരിഹാരങ്ങൾ ഇതേ മാർഗത്തിൽ തേടുന്നവരുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉറൂസുകളുണ്ട്, ആണ്ട് നേർച്ചകളുണ്ട്. ആ ആണ്ട് നേർച്ചന്റെ പോസ്റ്ററിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്.
ആ ആണ്ട് നേർച്ചയുടെ പോസ്റ്ററുകളിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം, അതിന്റെ നോട്ടീസുകളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം, സന്താന ലബ്ധിക്ക് ഇന്ന ഇന്ന ജാറത്തിലേക്ക് നേർച്ച നേർന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാൻ, കുടുംബത്തിലെ പ്രശ്നം തീരാൻ, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ, അങ്ങനെ തുടങ്ങി ദുനിയവിയായി മനുഷ്യന് ബാധിക്കാൻ സാധ്യതയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിന് പരിഹാരം വേണോ, ഇന്ന ഇന്ന ജാറത്തിലേക്ക് നിങ്ങൾ നേർച്ച നേർന്നോ, ഇന്ന ഇന്ന ശൈഖിന്റെ അരികിലേക്ക് നേർന്നിട്ട് സിയാറത്ത് ടൂറിന് പോകാൻ പറ്റുമെങ്കിലൊന്ന് പോയി നോക്കേ, അല്ലെങ്കിൽ ആളെ പറഞ്ഞയച്ചു നോക്കേ. ഇത് നമ്മളെ നാട്ടിൽ കാണുന്നതാണ്. ഇത് നമ്മൾ വിചാരിക്കും ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയതാണ്, കേരളത്തിൽ തുടങ്ങിയതാണ്. ഒരിക്കലുമല്ല, ഇത് അറബ് മുശ്രിക്കുകളുടെ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഓരിങ്ങനെ ഓരോ ജീവിതത്തിൽ ഓരോ പ്രശ്നം വരും. ആ പ്രശ്നം വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന മനുഷ്യന്മാരെടുത്ത്, ജ്യോത്സ്യന്മാരെടുത്ത് ചെല്ലും, ഈ പറയുന്ന പ്രതിമകളെ സമീപിക്കും, അവിടെ അവർ പണമിടും, അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശ്വസിച്ചെന്ന് എന്താണ്? وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَيَقُولُونَ هَؤُلَاءِ شُفَعَاؤُنَا عِندَ اللَّهِ. ഇതൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇവര് പറഞ്ഞു കൊടുക്കും, ഞങ്ങളെ കാര്യം ചോദിച്ചു വാങ്ങിത്തരും. ആര് വിശ്വസിച്ചതാ? അറബ് മുശ്രിക്കുകൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമുകളുടെ ചിഹ്നമായി രണ്ട് കാര്യമുള്ളത്. ഒന്ന് പള്ളി, രണ്ട് ജാറം. ഇത് രണ്ടും തൊടാൻ ഒരാളും ധൈര്യപ്പെടൂല. ഒന്ന് പള്ളിയാണ് മുസ്ലിങ്ങളുടെ ചിഹ്നമെങ്കിൽ രണ്ടാമത്തത് ജാറമാണ്. പക്ഷെ നമുക്കറിയാം, ജാറം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചിഹ്നമല്ല. ജാറം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചിഹ്നമല്ല. പക്ഷെ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് അത് ചിഹ്നമായിരിക്കുന്നു. ആലോചിച്ചോക്കിൻ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അധികാരം പരിപൂർണമായി കയ്യിലെത്തിയപ്പം ഓരോ സ്ഥലത്തേക്ക് സഹാബത്തിനെ പറഞ്ഞയച്ചിട്ട് അതിലാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, കെട്ടി ഉയർത്തിയ ഒരു ഖബറും നീ നിരപ്പാക്കാതെ പോവരുത്. അങ്ങനെ ഖബറിൽ നിന്ന്, ജാറത്തിൽ നിന്ന് പരിപൂർണമായ മുക്തി നേടിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് സാക്ഷ്യം വഹിച്ചത്. ആ വഫാത്തിന്റെ സന്ദർഭത്തിൽ അടക്കം അവിടുന്ന് ആവർത്തിച്ചതല്ലേ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദ നസാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ഉസ്താമാരെ ന്യായീകരണം തന്നെ, ഖബറെട്ടിപ്പൊക്കലെ ഹറാമാണെന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസൊക്കെ ശരിയാണ്. അത് സാധാരണക്കാരുടെ ഖബറിന്റെ വിഷയമാണ്, മഹാന്മാർക്ക് അത് ബാധകമല്ല. വ്യക്തമായ നുണയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹദീസ് മതി അതിന്. കാരണം ഈ ഹദീസില് അള്ളാന്റെ റസൂല് പാടില്ല എന്നും ശാപമുണ്ട് എന്നും പറഞ്ഞ യഹൂദികൾക്ക് കുറ്റം പറഞ്ഞ കുറ്റം എന്താണ്? നബിമാരെ ഖബർ ഉയർത്തിയെന്ന. സാധാരണക്കാരന്റെ ഖബർ ഒരു ഉയർത്തലുണ്ട്, അത് ഇന്നുണ്ട്. ഇന്നും അവരുടെയൊക്കെ ശ്മശാനികളിൽ പോയാൽ സാധാരണക്കാരന്റെ ഖബറിനും നല്ല മാർബിളും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉഷാറാവും മഹാന്മാരെ ഖബറിന്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തപ്പം മഹാന്റതും പറ്റൂല എന്ന് പറഞ്ഞു, സാധാരണക്കാരനും പറ്റൂല എന്ന് പറഞ്ഞു. രണ്ടാളതും കെട്ടിപ്പൊക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് റസൂൽ എടുത്തു പറഞ്ഞപ്പം മഹാന്മാരെ കാര്യം പറഞ്ഞത്. ഒരു നബിമാരെ ഖബറിനെയാണ് കെട്ടിപ്പൊക്കിയത്. അതിനെയാണ് റസൂലുള്ള അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടരാണ് അവര് എന്ന് അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് ഈ മനുഷ്യന്മാരെ കുറിച്ചല്ലേ. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് അധികാരം ലഭിച്ചപ്പോ അതിൽ നിന്നെല്ലാം പരിപൂർണമായി ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരിക്കപ്പെട്ട ഈ പറയുന്ന ജാറമുക്തമായ, പ്രതിമമുക്തമായ ഒരു രാഷ്ട്രത്തിന്, ഒരു രാജ്യത്തിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നു. പിന്നീട് 4 ഖലീഫമാര് ഭരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിലേക്ക് ഇസ്ലാം ഇടിച്ചു കയറുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഒക്കെ സമ്പൂർണമായി തകർത്തെറിയപ്പെട്ട് അത് ഇസ്ലാമിന്റെ അധീനതയിലേക്ക്
മക്കയിലേക്ക് കടന്നു വരുന്നു. അന്നത്തെ റോം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷ ശിർക്കൻ വിശ്വാസം കൊണ്ട് നടന്ന ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിൽ ഭരിക്കപ്പെട്ടിരുന്ന റോമൻ സാമ്രാജ്യമാണ്. അവിടെ ജാറ വ്യവസായങ്ങൾ തകൃതിയായി നടന്നിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അഗ്നിയാരാധനകൾക്ക് മഠങ്ങളെ സ്ഥാപിച്ചിട്ടുള്ള, അഗ്നിയാരാധനക്ക് വേണ്ടി സൂര്യന് വേണ്ടി പ്രതിമകളെ സ്വീകരിച്ചിട്ടുള്ള, വൈവിധ്യങ്ങളാർന്ന നക്ഷത്രങ്ങൾക്ക് വേണ്ടി പ്രതിമകൾ സ്വീകരിച്ച് അതിന് വേണ്ടി മഠങ്ങൾ പണിതുയർത്തിയിട്ടുള്ള പേർഷ്യൻ സാമ്രാജ്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നപ്പോ അത്തരത്തിലുള്ള മഠങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു, അത്തരത്തിലുള്ള ജാറങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കിഴക്ക് പടിഞ്ഞാറോട്ട് വീണ്ടും ഇസ്ലാം വികസിക്കുന്നു. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഉമവി ഖിലാഫത്ത് ആരംഭിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ ഖിലാഫത്ത് ഹിജ്റ 132 വരെ തുടർന്നു. അന്നു മുതൽ പിന്നീട് അബ്ബാസികൾ ഭരണമേറ്റെടുത്തു. ഇവരെല്ലാവരും സുന്നികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഷിയാക്കൾക്ക് വിരുദ്ധമായ ശക്തമായ സുന്നി വിശ്വാസം, ജാറമില്ലാത്ത വിശ്വാസം, ഖബറുകൾ കെട്ടിപ്പൊക്കാത്ത വിശ്വാസം ഏറ്റെടുത്ത് നടന്നിരുന്ന ഭരണാധികാരികളായിരുന്നു. എന്നിരിക്കെ അബ്ബാസി ഖിലാഫത്ത് കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോ ഏകദേശം ഹിജ്റ 300 കഴിഞ്ഞപ്പോ ഹിജ്റ 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അബ്ബാസി ഭരണത്തിൽ രാജാക്കന്മാര് ദുർബലരായ ഒരു സന്ദർഭത്തിൽ ചില പ്രദേശങ്ങളതാ ഷിയാക്കളുടെ കൈവരുതിയിലേക്ക് എത്തുന്നു. ഷിയാക്കൾക്ക് അധികാരം ലഭിക്കുന്നു. മിസ്റിന്റെ ഇന്നത്തെ ഈജിപ്തിന്റെ പ്രദേശങ്ങൾ ഷിയാക്കൾ കൈയടക്കുന്നു. അങ്ങനെ കൈയടക്കിയപ്പോ അവരതാ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ജാറ വ്യവസായം, കുബ്ബ വ്യവസായം, ജാറ സമ്പ്രദായം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ജാറം വീണ്ടും മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എല്ലാം ശുദ്ധിയാക്കി പോയതാ അള്ളാന്റെ റസൂല്, എല്ലാം ശുദ്ധിയാക്കി പോയതാ. ഈ ഷിയാക്കൾക്ക് അധികാരം കിട്ടി, ഫാത്തിമിയാക്കൾക്ക്, ഉബൈദിയാക്കൾക്ക്, രണ്ടും പറയും അവരെ കുറിച്ച്. അവർക്ക് അധികാരം കിട്ടിയപ്പം ഒരു മാല മൗലൂദുകൾ തുടങ്ങി. നബിന്റെ പേരില്, ഫാത്തിമ ബീവിന്റെ പേരില്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഇവരുടെയൊക്കെ പേരില്, ഓരോ ഇമാമിങ്ങളുടെ പേരിലൊക്കെ മൗലിദാഘോഷം തുടങ്ങി. കുബ്ബകൾ പൊന്തിച്ചു. ജാറങ്ങൾ ഖബറുകൾക്ക് മീതെ വലിയ എടുപ്പുണ്ടാക്കിയിട്ട് വലിയ കുബ്ബകൾ സ്ഥാപിച്ചു. 4-ാം നൂറ്റാണ്ടിൽ, ആ 4-ാം നൂറ്റാണ്ടിൽ അത് തുടങ്ങി. അന്ന് അതെല്ലാവരുടെ കണ്ണിലും ഷിയാക്കൾ ചെയ്യണ കാര്യം അത് നമുക്ക് ബന്ധമില്ല എന്നുള്ളടത്തായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടക്ക് വേറെ കുറച്ച് ടീമുണ്ടായി. അതേതാ ടീം? സൂഫികളാണവർ. ഈ സൂഫികൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം, അത് എന്തായാലും തരക്കടില്ല, ഇബാദത്ത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡുള്ള ടീം. അതിന് ഹദീസിൽ വന്നതാണെങ്കിലും തരക്കടില്ല, ഇല്ലെങ്കിലും തരക്കടില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാര്, ഈ സാധാരണ സലഫികളായ മനുഷ്യന്മാർ, സുന്നികളായ ആളുകൾ, ഇവരെടുത്തുള്ള ഇബാദത്തിന് കനം തോന്നണില്ല. അതേസമയം ഷിയാക്കോ ഒരു വല്ലാതെ ശരീരത്തെ പീഡിപ്പിച്ച് മുഹറം 10 അന്ന് ശരീരത്തിൽ മുറിവാക്കി ഇബാദത്ത് ചെയ്യുന്നവരാണ് ഈ പറയുന്ന ജാറങ്ങൾ. മുസ്ലിങ്ങൾക്ക് ആകെ ഒരു കഅബേ ഉള്ളൂ, ഒന്ന് പോയി നോക്കാൻ. ഏറിയ 3 എണ്ണം ഉണ്ട്, മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും ബൈത്തുൽ മുഖദ്ദസും. ഇതല്ലാത്തത് മുസ്ലിങ്ങൾക്ക് എന്താ ഉള്ളത്? ഇവൽക്കാണെങ്കിലോ ധാരാളം ഇമാമിയങ്ങളും ഓരോ ജാറങ്ങളും, ഇവരാകെ സജീവമാണ്. അപ്പൊ സൂഫിയ കൈമക്കൊരു ബൂതി വന്നു. ഈ സൂഫികൾ സുന്നികളെ കൂടെ നിന്നുകൊണ്ട് ഈ ജാറ വ്യവസായത്തെ, മൗലിദാഘോഷങ്ങളെ ഇങ്ങോട്ട് കരകടത്തി ആദർശത്തിൽ ലയനം സംഭവിച്ചു. അങ്ങനെ സൂഫികൾ മുഖാന്തരം ഷിയ വിരുദ്ധ സുന്നികളിലേക്ക് ജാറ വ്യവസായം കടന്നു വന്നാൽ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്ത് ലോകത്ത് നടന്നാലും അതിൽ 2 അഭിപ്രായം ഉണ്ടാവും. എന്താണ് എന്ന പോലെ ജാറ മുസ്ലിങ്ങൾ ഇതിലേക്ക് വന്നപ്പം അവ 2 അഭിപ്രായം. ഒരു വിഭാഗം പറഞ്ഞു അത് പറ്റൂല, അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞതാണ്, ശക്തമായി പറഞ്ഞു. അതിനെക്കുറിച്ച് വാചാലരായ ഉലമാക്കൾ ധാരാളമുണ്ട്. ഉസ്താദ്മാര് പറയും അതൊക്കെ ഇബ്നു തൈമിയ്യന്റെ ശേഷം വന്നതാണ്. ഒരിക്കലുമല്ല, അതിനു മുമ്പേ ഉലമാക്കൾ അതിനെക്കുറിച്ച് വാചാലരാണ്. ഇമാമിയങ്ങൾ, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ, അതിനുശേഷമുള്ള അവരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാർ, അവർ ഇതിനെക്കുറിച്ച് വാചാലരാണ്. എന്നാൽ ഈ സൂഫിസം കടന്നു വന്നതിന്റെ ശേഷം ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞപ്പം
ചില പണ്ഡിതന്മാര് അതിനനുകൂലമായി ഫത്വ കൊടുത്തു. ഒരു പറഞ്ഞു മഹാന്മാരുടെ കുഴപ്പമില്ല, സാധാരണക്കാരുടെ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴുള്ള ഉസ്താദുമാര് ഈ കിതാബ് മാത്രം ഓതും. ഓർക്ക് ഹദീസ് അത് പ്രശ്നമല്ല, ആയത്തുകൾ പ്രശ്നമല്ല. അങ്ങനെ വന്നപ്പം ഉസ്താദ്മാര് വ്യാപകമായി ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ചു, ജാറം ഇസ്ലാമിന്റെ ചിഹ്നമാണ്, സംസ്കാരമാണ്. അതേ സന്ദർഭത്തിൽ ജാറം പൊളിക്കാൻ പറഞ്ഞത് സാധാരണക്കാരന്റെ ജാറമാണ്, അത് മഹാന്റെ ജാറമല്ല എന്ന് പറഞ്ഞു. ആ മഹാന്മാരുടെ ജാറത്തിന്റെ അരികിൽ ബറക്കത്തിന് വേണ്ടി പോകാം, അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ലാ തുസല്ലു ഇലൽ ഖുബൂരി, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കല്ല. അള്ളാന്റെ റസൂൽ ഈ പഠിപ്പിച്ച എന്തിനാണെന്നറിയോ? ഖബർക്ക് തിരിഞ്ഞ് നിസ്കരിക്കല്ലേ. അത് എന്തിനു പഠിപ്പിച്ചറിയോ? ഇവര് ഖബർക്ക് തിരിഞ്ഞ് നിസ്കരിക്കായിരുന്നു. ആര്? ഈ യഹൂദിയാണ്. ഒരു ഖബറിങ്ങക്ക് തിരിഞ്ഞിട്ട് ഖബർ കിബിലായി കിട്ടുന്ന കോലത്തിൽ അവർ ഇബാദത്തുകൾ ചെയ്യും. ആർക്കാ ഇബാദത്ത് ചെയ്യാ? അള്ളാഹ്ക്ക്. ഈ ജാറത്തിലുള്ള മനുഷ്യനോടല്ല. ഈ ജാറത്തിന്റെ അടുത്ത് വരെ എന്തിനാ വരണതെന്ന് അറിയോ? ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഉള്ളതിനേക്കാളും ഉത്തരം പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ജാറം. ജൂതന്മാരെ വിശ്വാസേനു, യഹൂദികളെ വിശ്വാസമായിരുന്നു. ഇന്ന് ഈ ഉമ്മത്തിനെ ജാറത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന്മാര് പറയുന്നു, താൻ തന്റെ വീട്ടിൽ അല്ലെങ്കിൽ പള്ളി തന്നെ, ആ പള്ളിക്ക് പക്ഷേ എടുത്ത് ജാറില്ല. അങ്ങനെയുള്ള പള്ളിയിൽ നിന്ന് ദ്വാരക്കണിനേക്കാളും നിനക്ക് ഹൈറും ബറക്കത്തും ഉത്തര ലഭ്യതക്കും സാധ്യത ഏതെങ്കിലും മഹാന്റെ ജാറത്തിന്റെ പരിസരത്തുള്ള പള്ളിയിലാണ്. അങ്ങനെ ആൾക്കാർ സിയാറത്ത് ടൂറിന് പോണത്. അങ്ങനെയാണ് ജാറത്തിന്റെ നവീകരണത്തിന് വഖഫ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജാറത്തിന്റെ നവീകരണത്തിന് നേർച്ച നേരുന്നത്. ആ രൂപത്തിലാണ് പണ്ഡിതന്മാര് ജനങ്ങളെ കൊണ്ടുവച്ചത്. അവിടെ ഈ ഹദീസിനൊരു മറുപടി വേണം. അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഒരു മഹാന്മാരുടെ നബിമാരുടെ ഖബർ കെട്ടിപ്പൊക്കിയത് കൊണ്ട് അള്ളാഹ് ശപിച്ചു. മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കിയത് കാരണത്താൽ അവരും ഏറ്റവും നികൃഷ്ടരായ ജീവികളായി പോയി. ഈ ഹദീസിന് എന്ത് മറുപടി കൊടുക്കും? അതുകൊണ്ട് ഉസ്താദുമാര് പിൽക്കാലത്തുള്ളത് സൂഫിസം കലർന്ന് അതിന്റെ സ്വാധീനത്തിൽ പെട്ട പണ്ഡിതന്മാർ അവര് പറഞ്ഞു വെച്ചതിൽ നിന്നുകൊണ്ട് ഈ ഹദീസിനെ മാറ്റിവെക്കാൻ പറ്റൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദിനെ അവഗണിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനനുസരിച്ച് അവർ ജാറങ്ങളെ കൊണ്ടുവന്നു, പ്രതിമകളെ കൊണ്ടുവന്നു. അള്ളാന്റെ റസൂൽ അവരുടെ മുമ്പിലാ പറഞ്ഞത്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ. സത്യം വിശ്വസിച്ചവൻക്കാണ്, അതിൽ അക്രമം ചെയ്യാത്ത മനുഷ്യന്മാർക്കാണ് സമാധാനം ലഭിക്കുക. നിങ്ങൾ ഈ പറയുന്ന ജാറത്തിന്റെ പിന്നിൽ പോയാൽ, പ്രതിമകളുടെ പിന്നിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനമുള്ളതും നഷ്ടപ്പെടും. അതിന് ഓരോരുത്തുന്ന ഒരു തെളിവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവരെടുത്തുന്ന ഒരു തെളിവ് പറഞ്ഞു കൊടുത്തു. ആരെടുത്തുന്ന്? മക്കത്തെ മുശ്രിക്കിന്റെ അടുത്തുനിന്ന്. സമാധാനം കിട്ടണമെങ്കിൽ ഒറ്റ ആളെ വിളിച്ചാലേ പറ്റുള്ളൂ. ആശ്വാസം കിട്ടണോ, സമാധാനം കിട്ടണോ, രക്ഷ കിട്ടണോ, ഒറ്റ ആളെ വിളിച്ചാലേ പറ്റുള്ളൂ. പലരും പരന്ന് വിളിച്ചാൽ ഇവൻക്കൊരു പ്രശ്നം വരുമ്പോ ഇവൻ ടെൻഷനില്ല, ഞാൻ ഏത് ജാറത്തുനിന്ന് പോണം. അന്ന് ഒരു പറഞ്ഞു ഏത് പ്രതിമന്റെ അടുത്ത് പോണം, യഹൂദി പറഞ്ഞു ഏത് ജാറത്തിന്റെ അടുത്ത് പോണം. ഇവരുടെ സംശയപ്പതാണ്. അപ്പൊ ഇവൻ ആദ്യം ആരോ പറഞ്ഞത് കേട്ടൊരു ജാറത്തിന്റെ ആളായി ഉണ്ടാവും, സ്ഥിരം അവിടുത്തെ സിയാറത്തുകാരനാവും. അവിടെ പോയപ്പോ അവൻ ആഗ്രഹിച്ച തന്റെ പ്രശ്നം, തന്റെ പ്രയാസം നീങ്ങിയിട്ടുണ്ടാവും. അവൻ അത് പലരോടും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവിടെ പോയി കാര്യങ്ങൾ കിട്ടി, എന്നോട് ഇന്ന ആള് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ജാറത്തെ കുറിച്ച് അറിഞ്ഞത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാ സംഗതി ഒക്കെ പാസ്സായി, ഞാൻ വിചാരിച്ച മാതിരി ഒക്കെ ആയി. ഇജുമാണ് പോയോക്കെ, എനിക്കും പ്രയാസം ഉണ്ടെങ്കിൽ കുട്ടിക്ക് അസുഖമാണെങ്കിൽ ഒന്ന് പോയോക്കെ, എനിക്ക് വിശ്വാസമാണെന്നൊന്നുമില്ല. നീ പോയാൽ നിനക്കും ഉണ്ടാവും അവിടെ നിന്ന് രക്ഷ, ആ മഹാന്റെ സംരക്ഷണം. അങ്ങനെ അയാളെ ദാവത്തുമ്പോ കുറെ ആള് പോകും. പിന്നെ ഇയാള് വല്ല അവിടുന്ന് പോക്ക് നിന്നിണ്ടാവും. എന്താ? പഴയ എഫക്റ്റ് ഇല്ല. അന്ന് പോയപ്പോ നേടിയിനി ഇപ്പൊ പോയതൊന്നാണ് കിട്ടണില്ല. അപ്പൊ പിന്നെ ഇയാൾ അടുത്ത നോട്ടീസ് കാണും, അടുത്ത ഉസ്താദിന്റെ വാല് കേൾക്കും. അപ്പോ അയാൾ മനസ്സിലാക്കും ഇവിടെ ഉണ്ട് ജാറം, അത് ഇതിനേക്കാളും മുന്തിയതാണ്. ഇതേ കഥ, ഇതേ ചരിത്രം ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അറബ് മുശ്രിക്കിന് നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ. തന്റെ ഇഷ്ടത്തെ, തന്നിഷ്ടത്തെ, തൻ്റെതായ ഇച്ഛയെ
പടച്ചോനാക്കിയവനെ നബിയെ നീ കണ്ടുവോ എന്നുള്ള രണ്ടോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, തന്റെ ഇച്ഛ, തന്റെ പൂതി, ആ പൂതിയെ പടച്ചോനാക്കി, ആ പൂതിയെ ആരാധ്യനാക്കി. എന്താ പറഞ്ഞതിന്റെ പൊരുള്? അത് അള്ളാഹു ഒരു വിഭാഗത്തെ വിമർശിച്ചതും കളിയാക്കിയതുമാണ്. ആരാണ് ആ വിഭാഗം? അറബ് മുശ്രിക്കീങ്ങൾ. എന്തേ അങ്ങനെ പരിഹസിക്കാനും വിമർശിക്കാനും അവർക്കുണ്ടായിരുന്ന കാര്യം വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ യാത്രയിൽ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഒരു പുതിയ പ്രതിമയെ പരിചയപ്പെടും, ആ പ്രതിമയുടെ പോരിശ കേൾക്കും, അതിനെ ഒരു കോപ്പി കൈവശപ്പെടുത്തിയിട്ട് ഇനി മുതൽ ഇതാണ് എൻ്റെ പ്രശ്നപരിഹാരത്തിന്റെ ആള് എന്ന് വിശ്വസിക്കും. എന്നിട്ട് അയാൾക്ക് പ്രാർത്ഥനിക്കാൻ വേണ്ടുമ്പോൾ ഇത് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും, ഇതിനോട് ആരാധനകൾ നടത്തും, ഇതിന് വാഗ്ദാനങ്ങൾ കൊടുക്കും, നേർച്ച നേരും. ആദ്യമൊക്കെ ശരിയാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ മനുഷ്യന്മാര് കരുതിയത് ഈ പ്രതിമ ശരിയാക്കി തന്നതാന്നാ. അവിടെ അള്ളാഹ് അതിന് കൃത്യമായ മറുപടി ഉണ്ട്. അയാളുടെ പ്രശ്നം അള്ളേ തീർത്തു കൊടുക്കണ, വേറെ ഒരു മഖ്ലൂക്കിനും പറ്റൂല. പക്ഷേ ഈ മനുഷ്യന് ഇയാളുടെ പ്രശ്നത്തിന് അള്ള പരിഹാരം തീർക്കുമ്പം ഇയാൾ കരുതുന്നു ഞാൻ ഈ പ്രതിമനോട് തേടിയപ്പോഴാണ്. അങ്ങനെ ഇയാൾ ഇതിനെ കൊണ്ടടക്കുമ്പോ ആദ്യമൊക്കെ ഓക്കെ കാര്യം, പിന്നെ ഇയാൾ ചോദിച്ചൊന്നും കിട്ടണില്ല, വല്ലാതെ കിട്ടൂലല്ലോ. എല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും മുസ്ലിങ്ങൾക്ക് തന്നെ ഒരുക്കി കൊടുത്തണോ? ദുന്യാവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഖൈറും ഷെറും ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആവൂല. എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നബിമാർക്ക് വരെ ഇല്ല. എന്നിരിക്കെ ഇയാൾക്ക് അള്ളാഹു എല്ലാം നേടിക്കൊടുക്കോ? ഇല്ല. അപ്പൊ നേടിക്കൊടുക്കാതാകുമ്പോ ഇയാൾക്ക് ടെൻഷനായി, ഇതാണ്ട് പോരല്ലോ, എന്നാലും ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോ അയാൾ അടുത്തൊരു വിഗ്രഹത്തിനെ പരിചയപ്പെടും. വേറെ നാട്ടിൽ പോയപ്പോൾ ഒരു അതിന്റെ പോരിശ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇതാണ് മാറ്റി വെക്കും, എന്നിട്ട് അതിനെടുക്കും. അങ്ങനെ അതിനേറ്റ് കുറെ കാലം നടക്കും. അതിനേറ്റ് കുറെ കാലം നടക്കുമ്പം അതിന്റെ എഫക്റ്റ് പോയി എന്ന് തോന്നുമ്പോൾ അടുത്തതിനെടുക്കും. അപ്പൊ അള്ള പറയാം, സത്യത്തിൽ ഇവരാരെപ്പ ഈ ബാത്ത് ചെയ്യണേ? ഇവർക്ക് ഈ വിഗ്രഹത്തിനെയാണോ വിശ്വാസം, അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിനെ സെലക്ട് ചെയ്യാൻ ഇവരുടെ മാനദണ്ഡം ഓരോ പൂതിയ? ഓർക്ക് ഇന്ന് അത് തോന്നി, അതുകൊണ്ട് ഒന്ന് പോരാ അതിന്റെ ആളായി. നാളെ വേറൊന്ന് തോന്നി, അപ്പൊ നാളെ വേറൊന്നിന്റെ ആളായി. അപ്പൊ അള്ള ഓരെ കുറിച്ച് പറയാണ്, അറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാ, തന്റെ ഇച്ഛയെ, പൂതിയെ ഇലാഹാക്കിയവനെ നീ കണ്ടുവോ നബിയെ എന്ന് ഓരെ കളിയാക്കിക്കൊണ്ടും അവരെ വിമർശിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇന്ന് കഥ എങ്ങനെയാണ്? എന്നും പോയിനെ ഓൻ്റെ ഒരു കുറ്റി ഉണ്ടാവും, ഒരു ബീവി ഉണ്ടാവും. ആ ബീവിന്റെ അടുത്ത് നിന്ന് എഫക്റ്റ് കുറയുമ്പോൾ അപ്പുറത്തൊരു തങ്ങളെ പറയും, അവിടെ പോവും. അവിടുന്ന് എഫക്റ്റ് കുറയുമ്പോൾ ഇപ്പുറത്തൊരു ജാറുണ്ടാവും എന്ന് പറയും. എന്നും മോന്റെ ജീവിതത്തിൽ ഒരു ജാറോ, ഒരു പണിക്കരോ, ഒരു ബീവിയോ, ഒരു തങ്ങളോ, ഒരു ബാബയോ, ഒരു അമ്മയോ അവന്റെ ജീവിതത്തിന് അവന് രക്ഷയായി കാണുന്നു. മക്കാ മുശ്രിക്കുകളോട് ഈ നിലക്ക് സമാധാനം തേടിക്കൊണ്ട് അലഞ്ഞു തിരിയുമ്പോ അവരുടെ അലച്ചിലൊന്ന് നിർത്താൻ അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പഠിപ്പിക്കുന്നു. സമാധാനം കിട്ടാൻ പരന്നൊഴുകിയാ പറ്റൂല, പലരെയും മനസ്സിൽ വെച്ച് പൂജിച്ചാ പറ്റൂല. ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ആശ്വാസം വേണോ, പരിഹാരം വേണോ, ഒരൊറ്റയാളിലേക്ക് നിങ്ങൾ ചുരുങ്ങണം, അത് അല്ലാഹുവാണ്. ആ റബ്ബിലേക്ക് നിങ്ങൾ എപ്പോഴാണോ ഒറ്റക്ക് ചുരുങ്ങുന്നത് അന്ന് നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. അതിന് രേഖ വേണോ എന്ന് അവരോട് ചോദിച്ചത്. നിങ്ങൾക്ക് അതിനുള്ള രേഖ വേണോ? അള്ള രേഖ പറഞ്ഞു കൊടുത്തു. എന്താ രേഖ? ഞാൻ പറഞ്ഞല്ലോ, ഇവർ യാത്ര പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഇവരുടെ ആരാധനാമൂർത്തി ഉണ്ടാവും. ആ ആരാധനാമൂർത്തിയെ കൊണ്ട് ഇവർ കപ്പല് കയറും. ആരാധനാമൂർത്തിയെ കൊണ്ട് ഇവർ കപ്പല് കയറും. നോർമൽ അവസ്ഥയാണെങ്കിൽ അവരുടെ ആരാധനയുടെ പൂതി വരുമ്പം, ആഗ്രഹങ്ങൾ വരുമ്പം അവർ ഈ സംഗതിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഇടക്കെങ്ങാനും കാറ്റും കോളും കൊണ്ട് വന്ന കപ്പൽ മറയുന്നുള്ളിടത്തേക്ക് എത്തിയാൽ അല്ല പറയാണ്, വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ അവർ കയറി കാറ്റിലും കോളിലും പെടുന്ന വലിയ അപകടാവസ്ഥയിലേക്ക് അവരെത്തിയാൽ ഇനി സമാധാനം വേണമെങ്കിൽ ഈ കയ്യിലുള്ള എൻ്റെ കയ്യിൽ ഒരു ആരാധന ഉണ്ടാവും, എൻ്റെ കയ്യിൽ മറ്റൊന്നുണ്ടാവും. ഇവരൊന്നും പറ്റൂല, ഇവരെ കൊണ്ടൊന്നും ആശ്വാസമില്ല, ഇവരെ കൊണ്ടൊന്നും രക്ഷയില്ല. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ അല്ലാഹുവോട് ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കും. വഇദാ നജാഹും മിനൽ ബർരി. അവരെ ഈ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യുശ്രികൂന. അവർ ശിർക്ക് ചെയ്യുന്നു. അല്ലാഹു എടുത്തു പറഞ്ഞു രണ്ട് സ്ഥലത്ത്. ഒന്ന് സൂറത്തുൽ അൻകബൂത്ത് പറഞ്ഞു, രണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു. ഇതല്ലേ നിങ്ങളുടെ നിലപാട്? ബുദ്ധിമുട്ട് വന്ന അപ്പൊ എന്തേ ഇവർ ആരും ഇല്ലാത്തത്?
പ്രയാസം വരുമ്പോ എന്തേ നിങ്ങളെ മൈൻഡ് ഓരോരുത്തു നിന്നൊക്കെ പോണത്, എന്നിലേക്ക് മാത്രം വരുന്നത്? എങ്കിൽ ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ സുഭിക്ഷതയുടെ സമയത്തും നിങ്ങൾക്കുള്ള റബ്ബ്. അതുകൊണ്ട് സമാധാനത്തിന് എന്നെ മാത്രം ആശ്രയിക്കടോ, എന്നോട് മാത്രം പ്രാർത്ഥിക്കടോ, എന്നോട് മാത്രം സങ്കടം പറ. എല്ലാറ്റിനുമുള്ള സമാധാനം, ശാന്തി, ആശ്വാസം, പരിഹാരം അത് ഞാൻ നിങ്ങൾക്ക് നേടിത്തരാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി മാത്രമല്ല, വേറൊരു കഥ അല്ലാഹു ഇവർക്ക് പറഞ്ഞെടുത്ത്. ഇവരെ പ്രശ്നം എങ്ങനെയാണ്? ബുദ്ധിമുട്ട് വന്നു എന്ന് കണ്ട, പ്രയാസം വന്നു എന്ന് കണ്ടാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അള്ളാനെ വിളിക്കും. അല്ലെങ്കിലോ നോർമൽ കേസിലോ എല്ലാവരും ഇവർക്ക് ആരാധ്യന്മാരാ, എല്ലാവരും ഇവര് വിളിക്കും. അങ്ങനെയുള്ളടത്താണ് അള്ളാഹ് മറ്റൊരു കഥ പറയണത്. ഇവരുടെ ജീവിതത്തില് ഓരോ കൽബ് തൊണ്ടക്കുയിലേക്ക് കയറി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതേതാണെന്നറിയോ? കഅബാലയം പൊളിക്ക അബ്രഹത്ത് വന്നപ്പം. അതുവരെ ആ കഅബാലയത്തിൽ ഇവർക്ക് വിഗ്രഹമുണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. ഒരു വിളിച്ചതാരെ? അള്ളാനെ. അബ്ദുൽ മുത്തലിബ് തവക്കുലാക്കിയത് ആരെയാണ്? അള്ളാനെ. അള്ളാഹ് രക്ഷിക്കുന്ന. അവിടെ വേറൊരാളെ കൊണ്ടും പറ്റൂല എന്ന് അവർ ഉറപ്പിച്ചു. അത് ഒരു തവക്കുലാക്കിയതുകൊണ്ടൊന്നല്ല, അള്ളാഹ്ക്ക് കഅബ വേണം, അള്ളാന്റെതാ കഅബ, അതുകൊണ്ട് അള്ളാഹ് കഅബനെ രക്ഷിച്ചു. പക്ഷെ ഓരോ കാര്യം അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ വിളിച്ചത് ആരെയാണ്? ആ പ്രയാസം ഉണ്ടാവുമ്പോഴുള്ള പ്രയാസം ഉണ്ടാവുമ്പം നിങ്ങൾ അവലംബിച്ചത് ഏത് റബ്ബിനെയാണോ ആ റബ്ബിനെ തന്നെ സുഭിക്ഷതയിലും നിങ്ങൾ തേടണം. അതേ വർത്താനം ഇനിയിപ്പോ ഇവിടെ പറയുമ്പം ആധുനിക പണ്ഡിതന്മാര് പറയുന്നു, അറബ് മുശ്രിക്കീങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ അള്ളാനെ വിളിക്കലുണ്ടായിരുന്നു. ഇന്നത്തെ മുസ്ലിങ്ങളോ ഇതേപോലെ കപ്പലിൽ കയറിയിട്ട് കാറ്റിലും കോളിലും പെട്ടപ്പം ബദരീങ്ങളെ വിളിച്ചു തേടി. ഉണ്ടാക്കി കഥയാണെങ്കിലും ജയിലിൽ കുടുങ്ങിയപ്പം ഉടനെ CM-നെ ഓർത്തു. ഉണ്ടാക്കി കഥയാണെങ്കിലും ഫ്ലൈറ്റിന്റെ എഞ്ചിന് കേടുന്നപ്പം ഉടനെ CM-നെ വിളിച്ച് പ്രാർത്ഥിച്ചു. സന്നിഗ്ധ ഘട്ടത്തിൽ ഇവിടെ നിർമ്മിച്ച കഥകളിൽ CM-നാണ് മുഖ്യസ്ഥാനം. പണ്ഡിതന്മാര് പറയാണ്, അറബ് മുശ്രിക്കീങ്ങളിൽ നിന്ന് ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെക്കാളും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർ സന്നിഗ്ധ ഘട്ടത്തിലെങ്കിലും അള്ളാഹിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഈ മനുഷ്യന്മാര് ആ ഘട്ടത്തിൽ പോലും മഖ്ലൂഖിനെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിവരമില്ലായ്മ അത്രയും പോയി എന്നർത്ഥം, അത്രയും ഉള്ളിക്കാണ്ട് പോയി ഇൽമില്ലായ്മ. ആ കാരണത്താൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ പോലും മഹാന്മാരെ വിളിച്ച് തേടുന്നിടത്തേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എത്രത്തോളം? ഞങ്ങളുടെ പടച്ചോൻ തന്നെ CM-ആണ്, ഞങ്ങളെ പടച്ചോൻ തന്നെ CM-ആണ്. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ആദ്യം തുടങ്ങിയത് മുദബ്ബിറുൽ ആലം CM-ആണെന്നാ, ലോകം നിയന്ത്രിക്കുന്നവൻ CM-ആണ്. അത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു പടച്ചോൻ തന്നെ CM-ആണ്. അല്ലാഹ് CM-ന് പടക്കാനും കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ CM എല്ലാം പടച്ചു. ഫിർഔനെ കുറിച്ച് ഖിബ്തിയാക്കി വിശ്വാസം ഉണ്ടായിരുന്നു. ഫിർഔനെ കുറിച്ച് ഖിബ്തികൾ ഈ വിശ്വാസം പുലർത്തിയപ്പോൾ പോലും അവര് പറഞ്ഞത് ഫിർഔന് പടച്ചോനല്ലാന്നാ. കാരണം ഫിർഔന് പിന്നെ ഒരു ഉമ്മയുടെ മകനായി പ്രസവിക്കപ്പെട്ടവനാണ്. ആ ഉമ്മനെ ഫിർഔൻ പടച്ചൂന്ന് ഫിർഔനും വാദല്ലായിരുന്നു. പിന്നെയോ നിലവിൽ ഫിർഔനാണ് നിയന്ത്രിക്കുന്നത്, അങ്ങനെ പറഞ്ഞ നിലവിൽ നിയന്ത്രിക്കുന്ന ഫിറൗനാണ്. അതുവരെ അള്ളണ്ടേനു. എന്നാ ഇപ്പൊ പറയുന്നത് CM-ന് പടച്ചു എന്ന്. ഞാൻ വിശദാംശം ഓരോ വായിന്ന് കേട്ടിട്ട് വേണം. ഞാൻ അതിനെക്കുറിച്ച് ഓരെന്തൊക്കെയാ പറഞ്ഞു. ഓരിപ്പോ പടച്ചു എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ചോദിക്കുമല്ലോ, അപ്പൊ CM-ന്റെ അമ്മാനും ബാപ്പാനും CM-ആണോ പടച്ചോ എന്ന് ചോദിച്ചാൽ അതിനെന്താ ഉത്തരം പറയണത് നമുക്കറിയില്ല. ചിലപ്പോ പറയും വേണ്ട, അതിന്റെ ഉത്തരം നമ്മൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണ്ട, അപ്പൊ ഒരു പലതും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. ഒരെന്താ വെച്ചാ പറയട്ടെ. ഈ രൂപത്തിലേക്ക് അവര് ഇന്ന് CM-നെ പടച്ചോനാക്കി. കാര്യങ്ങൾ പറ്റ പിടുത്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പറഞ്ഞ ആ ഒറ്റ കഥ, അംറു ഇബ്നു ലുഹയ്യിന്റെ കഥ, ആ പേര് നമ്മൾ ഓർത്തു വെക്കണം. ഉസ്താദ്മാരോട് നമ്മൾ പറയണം, മിനിമം നിങ്ങൾ അംറു ഇബ്നു ലുഹയ്യ് ആവരുത്. കാരണം അംറു ഇബ്നു ലുഹയ്യ് ചെയ്ത പണി എന്താണ്? അംറു ഇബ്നു ലുഹയ്യ് ചെയ്തത് അള്ളാനെ മാത്രം ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ അള്ളയല്ലാത്തവനെ ആരാധിക്കാവുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കി. അത് അംറു ഇബ്നു ലുഹയ്യ് ചെയ്തത്.
മൻ ബനാ മസ്ജിദൻ, ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഓൻക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കും എന്ന ഹദീസ് ജനങ്ങളോട് പറഞ്ഞിട്ട് പള്ളികൾക്ക് പണം പിരിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, സ്വർഗത്തിൽ വീട് ലഭിക്കാൻ ഏതൊരു പള്ളി നിർമ്മിക്കണോ ആ പള്ളി നിർമ്മിക്കാൻ സംഭാവന കൊടുത്ത് ആ പണം ഉപയോഗിച്ച് പണിതുയർത്തിയ പള്ളിയിൽ മാലമൗലിദുകൾ കയറ്റിക്കൊണ്ട് ആ മാലമൗലിദുകളിലൂടെ കുത്തുബിയത്തുകളിലൂടെ അല്ലാഹുവല്ലാത്തവനെ വിളിച്ച് തേടിയാൽ, അല്ലാഹുവല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യനും മസ്ജിദിലേക്ക് ശിർക്ക് കടത്തിക്കൂട്ടിയവനാണ്, ആ മനുഷ്യനും മസ്ജിദിന്റെ പേരിൽ ശിർക്ക് ചെയ്തവനാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന മഹാന്മാര് മരണപ്പെടുമ്പോ അവരെ ഏതെങ്കിലും മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മഹാന്റെ ഈ പറയുന്ന മസ്ജിദ്, മഹാന്റെ ഖബറുള്ള സ്ഥലത്തേക്ക് ഒരു മസ്ജിദ് നിർമ്മിക്കുന്നു, ആ മസ്ജിദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, ആ മസ്ജിദിൽ നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ അള്ളാഹിനോട് തേടുന്നു. അള്ളാഹിനോട് തേടുമ്പോഴുമുള്ള വിശ്വാസം, ആ മസ്ജിദിൽ വെച്ച് ഞാൻ അള്ളാഹിനോട് തേടിയാൽ ഈ മഹാന്റെ ചാരത്തുള്ളത് കാരണത്താൽ എനിക്ക് കൂടുതൽ ബറക്കത്തുണ്ട്. അതും കഴിഞ്ഞ് ഈ മസ്ജിദിലുള്ള ഈ മറവ് ചെയ്യപ്പെട്ട വ്യക്തിയോടും പ്രാർത്ഥിക്കുന്നു. അതാണ് യഹൂദിയുടെ സംസ്കാരമെങ്കിൽ, ഈ പറയുന്ന അംർ ഇബ്നു ലുഹയ്യ് കൊണ്ടുവന്നതെങ്കിൽ, ആ അംർ ഇബ്നു ലുഹയ്യ് ഈ കഅബാലയം എന്ന മസ്ജിദിൽ വിഗ്രഹത്തിനെ പ്രതിഷ്ഠിച്ചു എങ്കിൽ, ഇന്ന് ഈ പറയുന്ന മസ്ജിദുകളിലേക്ക് മാലകളെ കടത്തിക്കൂട്ടുമ്പോ, മൗലിദുകളെ കൊണ്ടുവരുമ്പോ, കുതുബിയത്തിനെ കൊണ്ടുവരുമ്പോ അതേ അംർ ഇബ്നു ലുഹയ്യിന്റെ ചരിത്രമാണ് ആവർത്തിക്കപ്പെടുന്നത്. ഈ മനുഷ്യന്മാരോട് അല്ലാഹുവിന്റെ വിമർശനമാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അന്ന് പള്ളിനെ കേന്ദ്രീകരിച്ച അക്രമം കാണിച്ച ആൾക്കാർ ആരൊക്കെയാണ്? ഈ യഹൂദികൾ, നസാറാക്കൾ, അതുപോലെ ഈ പറയുന്ന അറബ് മുശ്രിക്കീങ്ങൾ. ഒരാണ് പള്ളിയെ കേന്ദ്രീകരിച്ച് അക്രമം പ്രവർത്തിച്ചത്. എന്താ അക്രമം പ്രവർത്തിച്ചത്? അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി പണിതുയർത്തിയ കാബയില് ഈ ചങ്ങായി കൊണ്ടുപോയി വിഗ്രഹത്തിന് വെച്ചു. അതുപോലെ ഈ പറയുന്ന യഹൂദികളും നസാറാക്കളും ഒരു കാലത്ത് സത്യദീനിന്റെ ആൾക്കാരായിരുന്നല്ലോ. ഒരു കാലത്ത് ഒരു സത്യദീനിന്റെ ആൾക്കാരായിരുന്നു. അവർക്ക് അവരെ നബിമാര് പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാനെ ഇബാദത്ത് ചെയ്യാൻ മസ്ജിദുകൾ പണിയണം, അള്ളാനെ ഇബാദത്ത് ചെയ്യാൻ മസ്ജിദുകൾ പണിയണം എന്ന ആരെ കൽപ്പനയാണ്? നബിമാരെ കൽപ്പനയാണ്. അങ്ങനെ വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്ത് പള്ളി നിർമ്മിച്ചിട്ട് ആ പള്ളിയിൽ പ്രതിമകൾ ആരാധിക്കപ്പെട്ടു, ഖബറുകൾ ആരാധിക്കപ്പെട്ടു. അങ്ങനെ ആരാധിക്കപ്പെട്ടപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അത് അള്ളാന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. പള്ളി എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പണം പിരിച്ച് റബ്ബിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അവിടെ പോക്കിരിത്തരം കാണിക്കരുത്, അവിടെ അല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. അതാ ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചരിത്രാവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം വളരെ പ്രവിശാലമായ ഒരു വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളോട് ചുരുക്കി വിവരിച്ചതാണ്. സമാധാനത്തിന്, ശാന്തിക്ക്, സന്തോഷത്തിന്, ആനന്ദത്തിന് തൗഹീദ് വേണമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള അതേ പ്രശ്നങ്ങൾ ഒരു വേള അതിനേക്കാൾ രൂക്ഷമായി ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ ടെൻഷൻ ഇല്ലല്ലോ. ഇന്നൊരു വിഭാഗം ഒരു വിഭാഗത്തിനായിട്ട് യുദ്ധത്തിന് പോകുമ്പോഴത്തേന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് യുദ്ധം ചെയ്യരുതെന്ന് പറയാൻ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടല്ലോ. അന്ന് അതുമില്ലായിരുന്നു. എപ്പോഴാ കയറി മെയ്യാന്നറിയില്ല. അന്നത്തെ വേൾഡ് ഓർഡർ അനുസരിച്ച് ഒരു നാട്ടുരാജ്യം അടുത്ത നാട്ടുരാജ്യത്തെ ഏത് സമയം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. രാവും പകലും കണ്ണുമഴിച്ച് നോക്കി നിൽക്കേണ്ട ഒരു അസമാധാനത്തിന്റെ അവസ്ഥ ഒരുക്കുണ്ടേനു. മര്യാദക്ക് യാത്ര പോകാൻ പറ്റൂലേനു. കൊള്ളക്കാരാണ്, യാത്ര പോകാൻ പറ്റൂലേനി. അന്ന് ആകെ രക്ഷ ഉണ്ടായിരുന്നത് കഅബാലയത്തിന്റെ പരിചാരകരായ അറബ് ഖുറൈശികൾക്ക് മാത്രമായിരുന്നു. ഒരു കഅബന്റെ മക്കളാന്നും പറഞ്ഞിട്ട് ഓരോ തൊടൂല. ബാക്കി ഒരു മനുഷ്യൻക്ക് യാത്ര ചെയ്യാൻ പറ്റൂല മര്യാദക്ക്. വലിയ സംഘത്തിന്റെ കൂടെ ഇല്ലാതെ കൊള്ള സംഘത്തെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മളൊക്കെ ഇന്ന് എന്ത് ഹാപ്പിയിലാണ്. അത്രയും പ്രയാസം ഉണ്ടായിരുന്ന ഓരോട് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തതാ, സത്യവിശ്വാസം കൈക്കൊണ്ടോ
നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കോലത്തിൽ സമാധാനം വരും. എങ്കിൽ ആ പ്രമേയത്തിന് അതിനൊരു കാലഹരണപ്പെടുക എന്ന അവസ്ഥ സംഭവിച്ചിട്ടില്ല. ഇന്ന് ആരൊക്കെ എന്തൊക്കെ പ്രശ്നം പറഞ്ഞാലും, സാമ്പത്തിക മാന്ദ്യമാവട്ടെ, തൊഴിലില്ലായ്മയാവട്ടെ, ലോകത്തും രാജ്യത്തും നാട്ടിലുമൊക്കെ ബാധിക്കുന്ന കള്ള് കഞ്ചാവ് മുതലുള്ള സാമുദായികമായ പ്രശ്നങ്ങളാവട്ടെ, എന്താവട്ടെ, അതിൻ്റെ അടിസ്ഥാന കാരണം ജനങ്ങൾ തൗഹീദിൽ നിന്ന് മാറിയതാണ്. അത് പരിപൂർണമായി വിശദീകരിക്കാനുള്ള അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്താൻ നമുക്ക് സമയമില്ല. ഇനി അടുത്ത സംസാരവും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നാം ആ ഒരു സംസാരത്തിന് വേണ്ടി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.